എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ വേണ്ടത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് വേണം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഒന്ന് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ വേണം എടുക്കാൻ കേട്ടോ. നന്നായി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പ്ലസ് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മുഴുവനായിട്ടും വേണമെങ്കിൽ മൈദ എടുക്കാം, മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലൂസ് ബാറ്റർ പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പരുവത്തിലാട്ടോ ബാറ്റർ വേണ്ടത്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഇളക്കിയെടുക്കണം. ഈ ഒരു ലൂസ് പരുവത്തിലാണ് ബാറ്റർ വേണ്ടത്. നമുക്കിത് 2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേനും പൊങ്ങി വരും. അതിന് ശേഷം നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് അതൊന്ന് വഴണ്ട് വരുമ്പോൾ 2 വലിയ സവാള കട്ട് ചെയ്തതാണ്, പൊടിയായിട്ട് കട്ട് ചെയ്യണം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ലൈറ്റ് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് പച്ചമണമൊക്കെ മാറി വഴണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പകുതി, ഒരു തക്കാളീൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട് മാവ്. അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളയാനായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് സ്പൂൺ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഫെർമെൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഫെർമെൻ്റ് ആവും. തണുപ്പുള്ള സമയമാണെങ്കിൽ സ്ഥലങ്ങളിലാണെങ്കിൽ ഇച്ചിരി സമയം എടുക്കും ഫെർമെൻ്റ് ആവാൻ. ആ സമയത്ത് നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മേലെ, ഒരു പാത്രത്തിൽ ചൂടുവെള്ളത്തിൻ്റെ മേലെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഈ ബാറ്റർ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്. നോൺ സ്റ്റിക്ക് ആയാൽ വളരെ നല്ലത് കേട്ടോ. കാരണം അടി പിടിക്കാനും സാധ്യത കുറവായിരിക്കും സ്റ്റിക്കിന് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി ലെവൽ ചെയ്തെടുക്കാം. ഒരുപോലെ ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ടും എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, മേലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പീസാക്കിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ, വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ചീസ് വേണം, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിനും മക്കൾക്കും ഒക്കെ ചീസ് ഇഷ്ടമാവുമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ദോശക്കല്ല് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മളാക്കി വെച്ചിരിക്കുന്ന പാനൊന്ന് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അത് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റാണ് കേട്ടോ എനിക്ക് സമയം എടുത്തത് ഇത് വെന്ത് കിട്ടാൻ. കാരണം ഓരോ ഫ്ലെയിമിനനുസരിച്ച് സമയം മാറും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്കിട്ട് കുത്തി നോക്കാം. അതിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ അതായി എന്നർത്ഥം. എനിക്ക് 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ അതിലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കഴിക്കാൻ. ഞാനിപ്പോൾ ഡിന്നറായിട്ടാണ് അത് ചെയ്തത്. ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടോ കുട്ടീസിന് സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, ഒരു സ്നാക്ക് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ആ ചീസും എല്ലാം മെൽറ്റായി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ.